നമ്മൾ പറഞ്ഞു വന്നതായ വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വന്നെത്തി. അപ്പോ ഏറ്റവും അടുത്തതായി ദൈവവേലയ്ക്കായിട്ട് നമ്മെ വേർതിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അടുത്ത 7-ാമത്തെ കാര്യം ഒന്ന് നമുക്ക് വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ വായിച്ചതായ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 30, 31 വാക്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. 31 ഇവിടെ നമുക്ക് 31 കാണുന്നില്ല. കേൾക്കാമോ? കേൾക്കാം. നോക്കൂ, അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വീക്കനം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ച് കർത്താവായ യേശുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. ഇവിടെ നമുക്ക് ഒടുവിലായി കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലനായ പൗലോസ് ബന്ധിക്കപ്പെടുവാനിടയായി തീർന്നു. റോമൻ കടന്നുപോയി. താൻ 2 സംവത്സരം താൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കാവൽക്കാരായ തടവുകാരോടുകൂടെ താൻ തടവുകാരനായി പാർക്കുമ്പോഴും ഈ ഓരോ തടവുകാരോടും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്, ഈ ഓരോ തടവുകാരോടും യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട്, ഈ ഓരോ തടവുകാരോടും ദൈവരാജ്യത്തിന്റെ മഹാത്മ്യം എന്താണെന്ന് പ്രസംഗിച്ചുകൊണ്ട് താൻ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവനായിരിക്കുമ്പോഴും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതായി കാണുവാനിടയായി തീർന്നു. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടതായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതമായി തീരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷത്തിന്റെ വ്യാപ്തി നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുവാനിടയായി തീരും. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ, ദൈവവചനത്തിൻ്റെതായ നിവൃത്തി പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു. ദൈവവചനത്തിന്റെ ധൈര്യം പരിശുദ്ധാത്മാവ് ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്നു. ദൈവവചനത്തിന്റെ പൊരുൾ തിരിച്ചു തരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ദൈവിക ദർശനത്തെ ഉറപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ദൈവിക ദർശനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് തെളിയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ദൈവവേലയ്ക്കായി പരിശുദ്ധാത്മാവ് നമ്മെ വേർതിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ കൈപിടിച്ച് നടത്തുന്നു. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിലായിരിക്കുന്ന ചുരുക്കം പേരായിരിക്കുന്ന ദൈവമക്കളെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടതായ ഒരു അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.